ചെങ്കടലിന് തീപിടിക്കുന്നു. കപ്പലുകൾ ചെങ്കടലിലൂടെയുള്ള യാത്ര ഉപേക്ഷിക്കുന്നു. യമനിലെ ഹൂത്തി വിമതർ ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഈ കപ്പൽപാത ഉപേക്ഷിക്കാൻ കമ്പനികൾ നിർബന്ധിതരായത്. ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ലോകത്തെ വലിയ കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് യമനിലെ ഹൂത്തി വിമതർ ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ഹൂത്തി സംഘം പറയുന്നത്. എന്നാൽ ആക്രമണം നേരിടുന്ന എല്ലാ കപ്പലുകളും ഇസ്രായേലിലേക്കാണോ പോകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താനായിട്ടില്ല. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതോടെയാണ് ഹൂത്തികളും രംഗത്തെത്തിയത്. ഹമാസിനെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് ഇവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘമാണ് ഹൂത്തികൾ. ഇവർ ബാബ് അൽ മനാബ് കടലിടുക്കിലൂടെ ചരക്ക് കടത്തിയ വിദേശ കപ്പലുകൾക്കെതിരെയും ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തി വരികയാണ്. ഈ ആക്രമണത്തെ ഭയന്നാണ് ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കം ഉപേക്ഷിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലുള്ള വലിയ കമ്പനികളാണ് ഈ വഴിയുള്ള ഗതാഗതം ഉപേക്ഷിച്ചത്. പകരം ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയുള്ള ദൈർഘ്യമേറിയ യാത്രയാണ് കപ്പലുകൾ ഇപ്പോൾ നടത്തി വരുന്നത്. 10 ദിവസം അധികമാണ് ഓരോ യാത്രയ്ക്കും ഇപ്പോൾ എടുക്കുന്നത്. യാത്രാ ചെലവും ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ റൂട്ട് പ്രാധാന്യമർഹിക്കുന്നത്? സൂയസ് കനാലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ പുറത്തേക്കോ പോകുന്ന കപ്പലുകൾ ബാബ് അൽ മനാബ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമാണ് യാത്ര ചെയ്യേണ്ടി വരിക. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് സൂയസ് കനാൽ. ഇന്ധനം, LNG എന്നിവയുടെ വിതരണത്തിനായി കപ്പലുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന കപ്പൽ പാതയാണിത്. 2023 ആദ്യ പകുതിയിൽ സൂയസ് കനാൽ വഴി പ്രതിദിനം ഏകദേശം 9 ദശലക്ഷം ബാരൽ ഇന്ധനമാണ് കയറ്റി അയച്ചിരുന്നത്. ഇന്ധനം മാത്രമല്ല, TV, വസ്ത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കണ്ടെയ്നർ കപ്പലുകളും ഈ പാതയിലൂടെ പോകുന്നുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെയാണ് ഉപയോക്താക്കളെ ബാധിക്കുക? ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നത് വിതരണ ശൃംഖലയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ഏറ്റവും തിരിച്ചടി നേരിടേണ്ടി വരിക. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയാണ് കണ്ടെയ്നർ കപ്പലുകൾ എത്തുന്നത്. സാധാരണയിൽ നിന്നും 10 ദിവസം അധികം എടുത്താകും ഓരോ കപ്പലുകളും ലക്ഷ്യസ്ഥാനത്തെത്തുക. ഇത് ഉൽപ്പന്നങ്ങൾ കടകളിലെത്താൻ കാലതാമസം ഉണ്ടാക്കും. അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് കപ്പൽ യാത്രാ ചെലവും വർദ്ധിപ്പിക്കും. ഈ പ്രതിസന്ധി എണ്ണവില ഉയർത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ധനവിലയിലെ വർധനവ് പണപ്പെരുപ്പത്തിലേക്കും നയിച്ചേക്കാം എന്നും റിപ്പോർട്ടുകൾ പറയുന്നു.